നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയായതെന്താണ്? പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ പരാജയപ്പെട്ടത് മാത്രമല്ല, അതിജീവിതയുടെ മൊഴിയിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നതും അതോടൊപ്പം മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളുമാണ് പ്രധാനമായും കോടതി ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മഞ്ജു വാര്യരുടെ മൊഴി വിശ്വസിക്കാതെയാണ് വിചാരണ കോടതി അത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയിലില്ലെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. ദിലീപിൻ്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഈ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന പല സംശയങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിജീവിതയുടെ മൊഴിയിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയുള്ള ഒരാളായ നടി മഞ്ജു വാര്യരുടെ മൊഴിയും കോടതി വിശ്വസിക്കുന്നില്ല. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ്. എന്താണ് വിധിന്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ജു വാര്യരുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയത്? വിധി പകർപ്പിലാണ് കൃത്യമായിട്ട് മഞ്ജു വാര്യർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന കാര്യങ്ങളല്ല കോടതി നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഇത് നൽകാതിരുന്നതെന്നും അതിൽ പിന്നീട് എങ്ങനെയാണ് ഇത്ര വൈരുദ്ധ്യം ഉണ്ടായതും എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അത് മാത്രമല്ല, ഈ അഭിഭാഷകൻ, അതായത് ദിലീപിൻ്റെ അഭിഭാഷകൻ വി രാമൻപിള്ളയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അത് തെളിയിക്കാനായി, അത് മഞ്ജു വാര്യർക്ക് അത് പിടിച്ചു നിൽക്കാനായില്ല. അത് മഞ്ജു വാര്യരെ ക്രോസ് വിസ്താരം ചെയ്യുന്ന സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം ഡിസോൾവ് ആയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്ന് തന്നെയാണ് നിരീക്ഷണം. അങ്ങനെ തന്നെയാണ്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ മൊഴിയെ അവിശ്വാസത്തിൽ എടുക്കുകയാണ് കോടതി. അത് മാത്രമല്ല, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആദ്യം ആരോപിക്കുന്നത് മഞ്ജു വാര്യരാണ്. പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ട ദിവസത്തിൽ ദർബാർ റൗണ്ടിന് ചുറ്റും ദർബാർ ഗ്രൗണ്ടിൽ നടത്തിയിരുന്ന ഒരു പ്രോഗ്രാമിൽ, അമ്മ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ, അത് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയിലെ ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ ഇത്തരത്തിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നതും അതേ തുടർന്നാണ് അതിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നതും ദിലീപ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതും ദിലീപ് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ പോലും ആദ്യം ദിലീപ് പറഞ്ഞത് മഞ്ജു പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന അതെൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം ആരോപിച്ച ആളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കോടതിക്ക് മുൻപാകെ വേണ്ടത് തെളിവുകളാണ്. പലപ്പോഴും ദിലീപിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുകളിലായാലും ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും കോടതി മുന്നോട്ട് വെക്കുന്നത് ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും മഞ്ജു വാര്യർ രണ്ട് തരത്തിൽ, അതായത് വൈരുദ്ധ്യമുള്ള മൊഴികളാണ് കോടതിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ തന്നിരിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ടോം, 28 ആളുകൾ മൊഴിമാറ്റം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപ് നടിയെ ആക്രമിക്കും എന്നുള്ള പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ദിലീപും നടിയും തമ്മിൽ അവിടെ വെച്ച് വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദിലീപിന് ശത്രുത ഉണ്ടായിരുന്നു നടിയോട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു പ്രമുഖ ചാനലിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുള്ള സാഹചര്യത്തിൽ അതിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴി പിന്നീട് കോടതിയിലെത്തുമ്പോൾ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുഖവിലേക്ക് എടുത്ത് കണ്ടുമില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. പ്രത്യേകിച്ചും മൊഴിമാറ്റം നടത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് 28 പേരുള്ളത്. അതിൽ നടി ബിന്ദു പണിക്കരുണ്ട്, ഭാമയുണ്ട്, അതുപോലെ തന്നെ ഇടവേള ബാബു ഉണ്ട്, ഈ ആളുകൾ റിമി ടോമി ഉണ്ട്. ഇത്തരം ആളുകളൊക്കെ അതിൽ പ്രമുഖരായ ആളുകളാണ്. അതേസമയം മഞ്ജു വാര്യരെയും കുഞ്ചാക്കോ ബോബന്റെയും മൊഴിയാണ് നിർണായകമായിരുന്നത്. അവരത് മാറ്റിയിട്ടിരുന്നില്ല എന്നൊരു സാഹചര്യം കൂടി അതിൽ ആ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി തന്നെ വ്യക്തമാക്കുകയാണ് മഞ്ജു വാര്യരുടെ മൊഴി
മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് പ്രതിഭാഗം അഭിഭാഷകന്റെ മുന്നിൽ ക്രോസ് വിസ്താര സമയത്ത് മഞ്ജു വാര്യർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ മൊഴി ഉറപ്പിക്കുന്ന ഈ കുറ്റകൃത്യം നടന്നുവെന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മൊഴിക്ക് നിലനിൽക്കാനായില്ല, സസ്റ്റെയിൻ ചെയ്യാനായില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ വൈരുദ്ധ്യമാണ്, അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരെ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ്. അതേസമയം കഴിഞ്ഞ ദിവസം നടിയുമായി ബന്ധപ്പെട്ടും ഇതേ തരത്തിലുള്ളൊരു പരാമർശം പുറത്തു വന്നിരുന്നു. വിധി പകർപ്പിൽ അങ്ങനെ ഒരു സൂചന കൂടിയുണ്ട്. നടിയെ അവിശ്വസിക്കുന്നു, അതായത് ദിലീപ് ഭീഷണിപ്പെടുത്തിയതാണ് എന്ന് നടിയുടെ പരാമർശത്തെ അവിശ്വസിക്കുന്നു. ദിലീപ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതിന് തെളിവോ സാക്ഷികളോ ഇല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതായത് കാവ്യമാധവനുമായി ഉണ്ടായിരുന്ന ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചത് ഈ നടിയാണ്. ഈ നടി തന്നെ അത് തിരുത്തി പറയണം. തിരുത്തി പറഞ്ഞില്ലെങ്കിൽ അത് നടിക്ക് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നടിയെ ഉപദ്രവിക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടി മുന്നോട്ട് വെച്ചത്. പക്ഷെ ദിലീപ് പറയുന്ന ഒരു തീർച്ചയായും അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഭീഷണിയാണ് ദിലീപിന് പിന്നീട് തിരിച്ചടിയായത്. പല സാക്ഷികളും ഇത് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് ദിലീപ് ഭീഷണി മുഴക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യം ദിലീപിലേക്ക് സംശയ മുന നീളുന്നതും. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ കേസിൽ, അതായത് നമുക്കറിയാം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് തൊട്ട് പിന്നാലെ എറണാകുളത്ത് നടന്ന ഈ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ മഞ്ജു വാര്യർ നടത്തിയ ആ ഒരു പ്രസ്താവന, ഇത്തിരി ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, കുറ്റകരമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നു. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ അന്വേഷണം ദിലീപിലേക്ക് എത്തുന്നത്. ദിലീപിനെ പിന്നീട് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും കേസിൽ പ്രതിയാകുകയും ചെയ്യുന്നത്. പക്ഷേ ഈ മഞ്ജു വാര്യരുടെ മൊഴി വിചാരണ കോടതി വിശ്വാസത്തിലെടുക്കുന്നില്ല. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും ഈ തുടക്കത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ മൊഴിയിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് ഈ വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു അവിശ്വാസം ഈ മഞ്ജു വാര്യരുടെ മൊഴിയിൽ പ്രകടിപ്പിക്കുന്നത്? മാത്രമല്ല, അതിജീവിതയുടെ മൊഴിയിലും ചില മൊഴികളിലും വൈരുദ്ധ്യങ്ങളുണ്ട്, ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടല്ലോ രഞ്ജിത്ത്. ടോമ്, പ്രോസിക്യൂഷൻ വിറ്റ്നസ് 34 ഈ കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി വളരെ വിശദമായി തന്നെ കോടതി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം പ്രോസിക്യൂഷന് ഏറ്റവും വിശ്വാസമുള്ള ഒരു വിറ്റ്നസ് കൂടിയായിരുന്നു മഞ്ജു വാര്യർ എന്നതുകൂടി മനസ്സിലാക്കണം. കാരണം കാവ്യമാധവനും ദിലീപുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അത് തന്നെയാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നത്. അതിന് ഉപോത്ബലകമാകുന്ന വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് മഞ്ജു വാര്യരുടെ മൊഴി തന്നെയാകുമെന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ സംശയമുണ്ടായിരുന്നില്ല. അതനുസരിച്ച് ശക്തമായി തന്നെ ഈ വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രോസിക്യൂഷന് മൊഴി നൽകി. തുടക്കം 2012 2-ാം മാസം ഈ ബന്ധം, അതായത് താനും തൻ്റെ മുൻ ഭർത്താവ് ദിലീപും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസം അന്നായിരുന്നു എന്നാണ് മഞ്ജു വാര്യർ കോടതിക്ക് മുൻപാകെ പറഞ്ഞത്. അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ നിന്നുള്ള മെസ്സേജ്, അത് കാവ്യമാധവൻ അയച്ച മെസ്സേജാണ്. മെസ്സേജ് മഞ്ജു വാര്യർ കാണുകയും അതും ദിലീപും കാവ്യയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ, ദൃഢമായ ഒരു ബന്ധത്തിൻ്റെ സൂചനയായി അത് മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്ന് ദിലീപിനെയാണ് ആദ്യം മഞ്ജു ഈ മെസ്സേജ് കണ്ടപ്പോൾ വിളിച്ചത്. ദിലീപ് പ്രതികരിച്ചില്ല, അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. പിന്നീട് കാവ്യമാധവനെ വിളിച്ചു, കാവ്യ ഫോൺ എടുത്തു. അന്ന് കാവ്യ, നമുക്കറിയാം 2009 കാവ്യയുടെ ആദ്യ വിവാഹം കഴിയുന്നത്. അതിനുശേഷം കാവ്യ അന്ന് ഈ വിളിക്കുന്ന ദിവസം അമ്മയ്ക്കൊപ്പം, മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത്. അന്ന് ഈ വിവരം ചോദിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ തനിക്ക് കൃത്യമായി അതിനെക്കുറിച്ച് വിവരമില്ല, ധാരണയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നീട് മഞ്ജു സംസാരിക്കുന്നത് കാവ്യമാധവൻ്റെ അമ്മയോടാണ്. ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നത് തനിക്ക് ദിലീപുമായുള്ള കാവ്യയുടെ ബന്ധത്തെക്കുറിച്ച് ധാരണയുണ്ട് എന്നും മാതാപിതാക്കൾക്ക് ധാരണയുണ്ട് എന്നും, അത് മാത്രമാണ് തങ്ങൾക്ക് ആശങ്കയുണ്ട് ആ ബന്ധത്തിൽ എന്നുമാണ്. കാരണം അവർ മറ്റൊരു വിവാഹ ജീവിതത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്കാണ് ദിലീപുമായി ബന്ധമുള്ളത്, അതിൽ ആശങ്കയുണ്ട് എന്നുമാണ്. ഇതോടുകൂടി മഞ്ജു ഈ ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ്. പിന്നീട് മഞ്ജു നേരെ അവരുടെ സുഹൃത്തുക്കളായ സംയുക്ത വർമ്മ, ഒപ്പം സംയുക്ത വർമ്മയും ആയി ബന്ധപ്പെടുന്നു. അവർ ഈ വിഷയം കുറച്ചുകൂടി അറിയാവുന്ന ഒരാളാണ് നടി, അതിജീവിതയായ നടി എന്ന് മനസ്സിലാക്കുന്നു. അവരാണ് പ്രധാനപ്പെട്ട സാക്ഷിയായി ഈ കേസിൽ ഉള്ളത്. അതായത് സംയുക്ത വർമ്മ
PW പ്രോസിക്യൂഷൻ വിറ്റ്നസ് 35-ഉം ഗീതു മോഹൻദാസ് അവർ 15-ാം സാക്ഷിയുമാണ് ഈ വിഷയങ്ങളിൽ. അപ്പോൾ അവർ രണ്ടുമായി ചേർന്നിട്ട് ഈ നടിയുടെ വീട്ടിലെത്തുകയും ഈ കാര്യം നടിയോട് ചോദിക്കുകയും ചെയ്യുന്നു. നടി പലപ്പോഴും നേരിട്ട് ഹോട്ടൽ മുറിയിൽ വെച്ചൊക്കെ ദിലീപും കാവ്യയുമായുള്ള ബന്ധം കണ്ടിട്ടുണ്ട് എന്നാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് നടി ആദ്യം ഈ വിഷയം പറയാൻ തയ്യാറാകുന്നില്ല. പിന്നീട് നടിയുടെ പിതാവ് സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടി ഇക്കാര്യം മഞ്ജു വാര്യരോട് പറയുന്നത് എന്നാണ് മൊഴിയിലുള്ളത്. ഒപ്പം അതിനുശേഷം മഞ്ജു വാര്യർ നേരെ ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ദിലീപിൻ്റെ ബന്ധുക്കളെ വിളിച്ചു ചേർക്കുന്നു. ദിലീപിൻ്റെ സഹോദരങ്ങളെയും ദിലീപിൻ്റെ മറ്റു ബന്ധുക്കളെയും വിളിച്ചു ചേർക്കുന്നു. ഈ വിവരം അവരുമായി പങ്കുവെക്കുന്നു. 2 ദിവസം കഴിഞ്ഞാണ് ദിലീപ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത്. ദിലീപിനോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ ദിലീപ് അഴകുഴമ്പന്മായിട്ടുള്ള മറുപടി പറയുന്നു. മറ്റൊരു പ്രധാന കാര്യമായി പറയുന്നത് കാവ്യ മാധവന് കുട്ടികളുടെ സ്വഭാവമാണ്. അവർക്ക് പ്രായത്തിനൊത്തുള്ള മാനസികമായ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വിവരമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവർ ഈ വിഷയത്തെ അങ്ങനെ കണ്ടാൽ മതി, കാവ്യ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റമായി കണ്ടാൽ മതി എന്നാണ് ദിലീപ് മഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനുശേഷം വീണ്ടും മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മ പറഞ്ഞത് കാവ്യയെ താൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്നും അവർ തിരിച്ച് മുൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി എന്നുമാണ് അറിയിക്കുന്നത്. അതിനെ തുടർന്ന് പക്ഷേ പിന്നീട് ഈ സംഭവങ്ങൾ വഷളാവുകയും ഒരു ഡൈവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തുകയും പിന്നീട് ഒരു മ്യൂച്വൽ കൺസെൻറ്റിലൂടെ രണ്ടുപേരും കോടതിയിലെത്തുകയും 2015 വിവാഹമോചനത്തിലുള്ള ഡിഗ്രി സമ്പാദിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ കോടതിക്ക് മുന്നിൽ ഉയർന്ന പല സംശയങ്ങൾ അതിനുശേഷമാണ് ഈ മൊഴിക്ക് ശേഷമാണ് ദിലീപിൻ്റെ അഭിഭാഷകനായ ശ്രീ രാമൻ പിള്ള ക്രോസ് ചെയ്യുന്നത് മഞ്ജുവിനെ. അവിടെയാണ് ഈ വിഷയത്തിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ടല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും അത് വിധിന്യായത്തിൽ രേഖപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നത്. ഈ കോടതിയോട് പറഞ്ഞ പല കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും മഞ്ജു വാര്യർ പോലീസിനോട് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ല. അതായത് ഒരുപക്ഷെ കോടതിക്ക് മുന്നിൽ ശക്തമായ പ്രോസിക്യൂഷൻ ശക്തമായി നിർത്താൻ പറ്റുന്ന തെളിവുകളായിരുന്നു ഈ ദിലീപും കാവ്യയുമായുള്ള ബന്ധം കാവ്യയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം, ഒപ്പം ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം, ഒപ്പം സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസും ഒക്കെ ഈ വിഷയത്തിൽ ഈ അതിജീവിത നടിയോട് പറഞ്ഞ കാര്യം, നടി ഈ വിഷയം ഇവരോട് പറഞ്ഞ കാര്യം, നടിയുടെ പിതാവ് ഈ വിഷയം അറിയാമെന്നും മഞ്ജു വാര്യരോട് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ പ്രോസിക്യൂഷന് ശക്തമായ തെളിവായി നിർത്താവുന്ന ഒന്നായിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങളൊന്നും പറയാതിരുന്നതിനെയാണ് കോടതി ഇതിനകത്തുള്ള കോൺട്രഡിക്ഷനായി പ്രധാനമായും കണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ നിയമപരമായ പിൻബലം എത്രത്തോളം ഉണ്ട് എന്ന് അഭിഭാഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. കോടതിയിൽ മൊഴി നൽകി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി നൽകിയില്ലെങ്കിൽ അതെങ്ങനെ ഇതിനെ ബാധിക്കുമെന്ന കാര്യം. പക്ഷേ വിചാരണ കോടതി ഇത് വലിയൊരു വീഴ്ചയായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യരുടെ മൊഴിയുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക അല്ലെങ്കിൽ അതിനെ വിശ്വസനീയമായ ഒരു മൊഴിയായി വിചാരണ കോടതി കാണാതിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് ടോം ചൂണ്ടിക്കാട്ടേണ്ടത് ഇവരുടെ വിവാഹം ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അത് 2015-31-2015 17 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് മഞ്ജു വാര്യരും ദിലീപും വേർപിരിയുന്നത്. അതിന് പ്രധാന കാരണമായി ഉണ്ടായിരുന്നത് ഈ കാവ്യയുമായുള്ള ബന്ധമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ടാണ്, മഞ്ജു വാര്യരുടെ അഭിഭാഷകർ ദിലീപിനെ സമീപിച്ചാണ് ഇതൊരു മ്യൂച്വൽ കൺസെൻറ്റായി, അതായത് പരസ്പരം ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ഒരു വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നതും ഇതിൽ നിർണായകമായ ഒന്നാണ്. ഒരുപക്ഷെ മഞ്ജുവിന് തന്നെ സംശയം ഉണ്ടായിരുന്നിരിക്കാം എന്ന് കോടതിക്ക് മനസ്സിലായ ഒരു കാര്യം, കാവ്യയുമായുള്ള ബന്ധത്തിന് അതായത് ഫാമിലി കോർട്ടിന് മുന്നിൽ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ നൽകിയ ഫാമിലി കോർട്ടിന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ ചില ആശങ്കകൾ, ചില ആശയക്കുഴപ്പങ്ങൾ മഞ്ജുവിനുണ്ടായിരുന്നു എന്ന ചോദ്യം അല്ലെങ്കിൽ അത്തരം സംശയം വിചാരണ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതുകൊണ്ടാണ് ഒരു മ്യൂച്വൽ കൺസെന്റ് എന്ന തരത്തിൽ ഈ ഹർജിയുമായി മുന്നോട്ട് പോയത്. അത് മഞ്ജു വാര്യരോട് കോടതി ചോദിക്കുകയുണ്ടായി. ഈ വിധിന്യായത്തിൽ വളരെ കൃത്യമായി തന്നെയുണ്ട്. പക്ഷേ അതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചില്ല. കാലങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണെന്നും തനിക്ക് ഓർമ്മയില്ല എന്നുമുള്ള മറുപടി നേരത്തെ ഇത് ദിലീപാണ് പൾസർ സുനിക്ക് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് ഈ കേസിൽ പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. പക്ഷെ അതിൽ പ്രധാനമായും സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്. ഈ രീതിയിൽ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നടന്ന ഭീഷണി, അതോടൊപ്പം മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹബന്ധം തകരുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് ഈ അതിജീവിതയുടെ, ഈ നടിയുടെ, ആക്രമണത്തിനിരയായ നടിയുടെ ഇടപെടലുകൾ, അങ്ങനെ ദിലീപിനുള്ള വിരോധം, വൈരാഗ്യം, ഇതൊക്കെയാണ് ദിലീപ് ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകാനുള്ള
കാരണമെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ സമർത്ഥിക്കാൻ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടിരിക്കാം. കാരണം ഇങ്ങനെ ഒരു മൊഴികൾ മാത്രമാണ് ദിലീപിനെതിരെ ഉള്ളത്. അതോടൊപ്പം ചില സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് ദിലീപും പൾസർ സുനിയും ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് കണ്ടതിൻ്റെ, കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. അങ്ങനെ ഈ സാഹചര്യ തെളിവുകൾക്കപ്പുറം ഈ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളുടെ, അന്നത്തെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളുടെ ഉൾപ്പെടെ മൊഴികൾക്ക് അപ്പുറം എന്ത് തെളിവുകളായിരുന്നു ഈ കേസിൽ ദിലീപിനെതിരെ ഉണ്ടായിരുന്നത്? എന്താണ് പ്രോസിക്യൂഷൻ അവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞത്? ഇവിടെ മഞ്ജു വാര്യരുടെ ഈ വിഷയത്തിൽ നൽകിയ ഒരു മൊഴി ഇതിനോട് ചേർത്ത് വെക്കണം ടോം. കാരണം മഞ്ജു വാര്യർ പറഞ്ഞത് താൻ ഈ കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധം അത് ആദ്യം മനസ്സിലാക്കുന്നത് ഈ ഫോണിലെ ദിലീപിൻ്റെ പഴയ ഒരു ഫോണിലെ മെസ്സേജുകളിൽ നിന്നുമാണ്. ആ മെസ്സേജുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഇവരുടെ ബന്ധം ദൃഢമായിരുന്നുവെന്നും ഇവർ തമ്മിൽ അവിശുദ്ധമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും മറ്റും മനസ്സിലാക്കിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തെ പിന്നീട് ദിലീപ് മനസ്സിലാക്കിയത് ഈ വിഷയത്തിൽ ആദ്യമായി മഞ്ജു വാര്യരോട് കാര്യങ്ങൾ പറയുന്നത് നടിയാണ്, ഈ അതിജീവിതയായ നടിയാണ് എന്നുള്ള തരത്തിലാണ് ദിലീപിന് മനസ്സിലായത്. അതായത് ഈ ദിലീപ്, നമുക്കറിയാം മഞ്ജുവിൻ്റെ മൊഴി അനുസരിച്ച് ഈ മെസ്സേജ് കണ്ടതിന് ശേഷം ഈ മെസ്സേജിൻ്റെ ബന്ധത്തെ സംബന്ധിച്ച് പിന്നീട് രണ്ടാമത് സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനൊപ്പം മഞ്ജു വാര്യർ നടിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അല്ലാതെ ആദ്യം ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുകയോ ഇക്കാര്യം മഞ്ജു വാര്യരോട് പറയുകയോ ചെയ്ത് ഒരിക്കലും നടിയായിരുന്നില്ല. പക്ഷെ ദിലീപ് അങ്ങനെ വിശ്വസിച്ചുവെന്നും ദിലീപ് അതിൻ്റെ പേരിൽ പൾസർ സുനിക്ക് കാരണം തൻ്റെ വിവാഹമോചനത്തിന് കാരണക്കാരി ഈ നടിയാണ് എന്ന് വിശ്വസിച്ചു എന്നും അതിൻ്റെ പേരിൽ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു എന്നും സമർത്ഥിക്കാനാണ് മഞ്ജു വാര്യരും പ്രോസിക്യൂഷനും കോടതിയിൽ ശ്രമിച്ചത്. പക്ഷേ അതിന് ഉപോത്ബലകമായി ഈ മഞ്ജു വാര്യരുടെ മൊഴി അവിടെയാണ് കോടതിക്ക് വിശ്വാസയോഗ്യമല്ലാത്ത. ഇക്കാര്യങ്ങളൊന്നും കൃത്യമായി ആദ്യഘട്ട അന്വേഷണത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പറയാനോ അവരെ ബോധ്യപ്പെടുത്താനോ മൊഴി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാനോ മഞ്ജു വാര്യർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിനെ ദുർബലമാക്കിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. അത് കോടതി അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തൊരു പശ്ചാത്തലം പിന്നീട് വിധിന്യായത്തിലൊക്കെ നമ്മൾ കണ്ടു. അത് വളരെ കൃത്യമായി തന്നെ അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, നേരത്തെ ടോം പറഞ്ഞ പോലെ ഈ പൾസർ സുനിക്ക് ദിലീപുമായുള്ള ബന്ധം ഒരു 10,000 രൂപയുടെ ഇടപാട് മാത്രം നടക്കുന്നത് കൊണ്ട് അത് എന്ത് ഇടപാടിനാണ് എന്ന കാര്യത്തിൽ കോടതിക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. കൊട്ടേഷന് വേണ്ടിയാണോ എന്നറിയില്ല. മറ്റത് സിനിമാ രംഗത്ത് ഏറെ പരിചിതനായ ഒരാളാണ് പൾസർ സുനി എന്ന് എല്ലാവർക്കും അറിയാം. മുകേഷിൻ്റെ ഡ്രൈവറായി എഴുതിയിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ ഈ നടിക്ക് ഡ്രൈവറായി പോയിട്ടുണ്ട്, മറ്റൊരു ഘട്ടത്തിൽ ദിലീപിന് ഡ്രൈവറായിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് ദിലീപുമായി പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകാം. ഇപ്പോൾ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാകില്ല, മറ്റു പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകാം. അതിനുവേണ്ടി ആയിരിക്കാം ഇയാൾ അവിടെ എത്തി ദിലീപിനെ കണ്ടത് എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു പ്രതിഭാ അഭിഭാഷകൻ. അതും കോടതിക്ക് മുഖവിലേക്ക് എടുക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നത് അത് ഇയാൾക്ക് കേട്ടുകേൾവിയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അവിടെ കണ്ടു, ഇവിടെ ചില ദൃശ്യങ്ങൾ കണ്ടു എന്നതല്ലാതെ വിശ്വസനീയമായ ഒരു മൊഴി ബാലേന്ദ്രകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ ശ്രമിച്ച തെളിവുകൾ വളരെ കൃത്യമായി തന്നെ അത് ഏതൊക്കെ തരത്തിലാണ് നിലനിൽക്കാത്തത് എന്ന് ബോധ്യപ്പെടുത്തി തന്നെയാണ് ടോം 1780ഓളം പേജുള്ള ഈ വിധിന്യായത്തിൽ, വളരെ വിശദമായ വിധിന്യായത്തിൽ, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ജു വാര്യരുടെ മൊഴിയൊക്കെ 268 പേജ് മുതൽ അങ്ങോട്ടാണ് ഉള്ളത്. അങ്ങനെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ തീരുമാനമെടുത്തിരിക്കുന്നത് കോടതി. ആ വിധിന്യായം പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, നമുക്ക് ചില കൗതുകകരമായ വിവരങ്ങൾ കൂടി ലഭ്യമാവുകയും ചെയ്യും കേട്ടോ. വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ആജ്ഞ, ഇവിടെ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം, അതിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ കേസിൻ്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്, തുടരന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. അതായത് അയാൾ കണ്ട ഈ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് രണ്ടാം ഘട്ട അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പൂർണ്ണമായും വിചാരണ കോടതി എഴുതിത്തള്ളുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ, അപ്പീൽ നൽകുമ്പോൾ ഈ കേസ് അന്വേഷണത്തിലെ അതോടൊപ്പം പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലുകളിലെ ഈ വീഴ്ചകൾ, പോരായ്മകളൊക്കെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അതിൽ തിരിച്ചടിയാകില്ല.
ടോം, വിചാരണ കോടതി മുന്നോട്ട് വെക്കുന്നത് പ്രോസിക്യൂഷന് രണ്ടാം ഘട്ടത്തിൽ, അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള 7 മുതൽ 15 വരെയുള്ള പ്രതികൾക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ കേസ് ഫോക്കസ് ചെയ്യുന്നത് 8ാം പ്രതി ദിലീപിന് നേരെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദിലീപിനെതിരായിട്ടുള്ള ഈ ഗൂഢാലോചന കുറ്റം ആരോപിക്കുന്നത് തന്നെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യവും. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന, അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും 2 തട്ടിലായി നിന്ന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവരും എന്നുള്ള ഒരു 2 തട്ടിലായി നിന്ന് കോടതിയെ അതുപോലെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത് ദിലീപിനെ ഈ കേസിൽ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ 2ാം ഘട്ടത്തിലാണ്, അതായത് 2017 ജൂലൈ 10-നാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. ജൂൺ 28-നാണ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അന്ന് ഏതാണ്ട് 13 മണിക്കൂറോളമാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. നാദിർഷായും ഉണ്ടായിരുന്നു ഒപ്പം. അതേസമയം ദിലീപ് പറഞ്ഞത് താൻ അങ്ങോട്ട് നൽകിയുള്ള പരാതിയിൽ കൂടുതൽ മൊഴിയെടുക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ബാക്കിയുള്ള സമയം തന്നോട് സംസാരിച്ചിരിക്കുകയെന്ന് 1.5 മണിക്കൂർ മാത്രമാണ് തന്നോട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ദിലീപിന്റെ വെളിപ്പെടുത്തലും. അങ്ങനെയാണ്. അതേസമയം ഈ ജൂലൈ 10-ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സാഹചര്യത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. മറ്റു പ്രതികളെ നേരത്തെ തന്നെ മാപ്പസാക്ഷിയാക്കിയിരുന്നതുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രോസിക്യൂഷന്റെ വീഴ്ച അക്കമിട്ട് വിധിന്യായത്തിൽ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ദിലീപിനെ എതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായിട്ടില്ല, മഞ്ജു വാര്യരെ അവിശ്വാസത്തിലെടുക്കുന്നു, ഈവൻ അതിന് ഇരയായിട്ടുള്ള നടിയെ പോലും കോടതി അവിശ്വാസത്തിലെടുക്കുന്ന സാഹചര്യമാണ്. അതായത് നടി ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങൾ തെളിയിക്കാനുള്ള സാക്ഷികളോ തെളിവുകളോ ഇല്ല. അതുപോലെ ദിലീപ് ഗൂഢാലോചന കുറ്റം നടത്തിയെന്ന് തെളിയിക്കാനായിട്ടില്ല. ഈ ടോം സൂചിപ്പിച്ചതുപോലെ ബാലചന്ദ്രകുമാറിന്റെ അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും തെളിയിക്കാൻ കോടതിക്ക് മുൻപാകെ തെളിയിക്കാൻ കോടതി വിശ്വാസമെടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷന് വീഴ്ച എന്തൊക്കെയാണ് എന്ന് വിധിപ്പകർപ്പിലൂടെ കോടതി വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് 2 തട്ടുണ്ട്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇത് തെളിയിക്കാതെ പോയത്, കോടതിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും അതുമാത്രമല്ല ഈ പ്രതികൾക്ക് പ്രോസിക്യൂഷന് അവകാശപ്പെട്ടുള്ള ശിക്ഷ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മേലും ഉള്ളത് പ്രതികൾക്ക് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം ഏറ്റവും മാക്സിമം ശിക്ഷ ആവശ്യപ്പെട്ടു തന്നെയാണ്, പരമാവധി ശിക്ഷ ആവശ്യപ്പെട്ടു തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതി വാദിച്ചതും. അതും മാത്രമല്ല ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ, ദിലീപ് അടക്കമുള്ള പ്രതികളെ വിട്ടയച്ചത് കുറ്റക്കാരല്ല എന്ന്, കുറ്റവിമുക്തരാണ് എന്ന് പ്രഖ്യാപിച്ച കോടതി വിധിയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇനി ഉയർന്ന കോടതിയിലേക്ക് പോകുന്ന സാഹചര്യമുള്ള. ആ സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള അപാകതകൾ പരിഹരിച്ച് മാത്രമേ പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള എന്ന് പറയുന്ന ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ മുൻപിൽ പതറിപ്പോകാൻ പല സാക്ഷികൾക്കും പതറിപ്പോയി പല സാക്ഷികളും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേ മഞ്ജു വാര്യരെ പ്രോസസ്സാരം നടത്തുമ്പോൾ മഞ്ജു വാര്യർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപ് പറയാത്ത കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ പറഞ്ഞു. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അത് പൊളിച്ചെഴുതാൻ ഈ പ്രതിഭാഗം അഡ്വക്കേറ്റിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് കോടതി സൂചിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഏത് സാഹചര്യത്തിലാണ് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഈ വീഴ്ചകൾ പരിശോധിച്ച് തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും തുടങ്ങിക്കഴിഞ്ഞു. കേട്ടോ, യെസ്, വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനും രഞ്ജിത്ത് രാമേന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിട്ടുള്ള നടി മഞ്ജു വാര്യരുടെ മൊഴികളിലാണ് കോടതി ചില അവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതായത് നേരത്തെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയും കോടതി ഈ വിസ്താരത്തിനിടെ നടത്തിയ മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസാണ്. IFFK സ്ക്രീനിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ രഹസ്യമൊഴി നൽകിയ അതിജീവിത. IFFKയിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയത്. കേസിൽ കന്റോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇടത് സഹയാത്രികനായ മുൻ MLA സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണുള്ളത്. അതായത് ആ ഹോട്ടലിൽ വെച്ച് നടന്ന ലൈംഗിക അതിക്രമം, ആ സമയത്ത്, അതായത് ഈ പരാതിക്കാരി പറയുന്ന സമയത്ത് PT കുഞ്ഞുമുഹമ്മദ് അവിടെ ഉണ്ടായിരുന്നു, ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള
തെളിവുകൾ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും കന്റോൺമെന്റ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ? IFFK ജൂറി അംഗമായ ഈ അതിജീവിത രഹസ്യമൊഴി കൂടി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കന്റോൺമെന്റ് പോലീസാണ് കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. കന്റോൺമെന്റ് പോലീസ് ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണം എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായി IFFKയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. അതായത് ഈ പരാതിക്ക് ഇടയാക്കിയ സാഹചര്യം, അപ്പോൾ മറ്റാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ നവംബർ മാസം അവസാന വാരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ വെച്ചാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതിൽ ഭക്ഷണം കഴിക്കാനെന്ന പേരിൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് IFFK ജൂറി അംഗം തന്നെയായ മറ്റൊരു ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. തുടർന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഈ പരാതി രഹസ്യമായി അന്വേഷണത്തിന് കൈമാറുകയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു നിയമസാധുത കൈവന്നിരിക്കുന്നു രഹസ്യമൊഴി നൽകിയതിലൂടെ. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കേണ്ടത് പോലീസിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറും. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ PT കുഞ്ഞുമുഹമ്മദിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്തേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ദിവസം തന്നെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി, അതായത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുന്നതിന് മുൻപ് തന്നെ അത്തരം നടപടികളിലേക്ക്, ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമോ? ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക് കടക്കാൻ വഴിയുള്ളൂ. പക്ഷേ സാധാരണ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് പോലെ ഈ അതിജീവിത കൈമാറിയിരിക്കുന്ന പരാതിയിലെ അല്ലെങ്കിൽ അവരുടെ മൊഴിയിലെ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതാണ് വിവരം. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പരമാവധി ആളുകളുടെ മൊഴി എടുക്കാനുള്ളൊരു നീക്കമായിരിക്കും നടത്തുക. അതോടൊപ്പമാണ് ഈ ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനുള്ള ഒരു നീക്കം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില, അതായത് ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ മുറിയിലേക്ക്, ഈ ഹോട്ടൽ മുറിയിലേക്ക് ഇവർ എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഡാൻ, നമുക്കറിയാം ഈ കേസ് പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചൊരു ആക്ഷേപം ഇതായിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം. രണ്ട് സ്വഭാവമുള്ളതാണ്. അവിടെ അല്പം കൂടെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി. കാരണം ലൈംഗിക അതിക്രമം മാത്രമല്ല, അവിടെ ഗർഭചിത്രം നടത്തിയെന്നൊരു പരാതി, കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി PT കുഞ്ഞുമുഹമ്മദിൻ്റെ കേസിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല അവിടെ ഈ കേസെടുക്കുന്നതിൽ പോലും കാലതാമസം ഉണ്ടായെന്നും ഈ മറ്റു നടപടികളിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ടോ? ആ ആക്ഷേപം നിലനിൽക്കുന്നുണ്ടോ? കാരണം ഈ കേസ് അട്ടിമറിക്കാൻ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തോട് അനുഭവം പുലർത്തിപ്പോരുന്ന ഒരു സംവിധായകനാണ്, കലാകാരനാണ്. അങ്ങനെ ഈ കേസിലൊരു അട്ടിമറി ആശങ്ക അതിജീവിതയ്ക്കുണ്ടോ? അങ്ങനെ ഒരു കാര്യം നമുക്കറിയത്തില്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് വന്ന് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു തവണ പോലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായ സമയത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുകയോ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് പിടികൂടാൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ ഒരു ഇരട്ട നീതി, രാഹുൽ മാങ്കൂട്ടത്തിലിനോടും PT കുഞ്ഞുമുഹമ്മദിനോട് രണ്ട് നീതി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഏറെക്കുറെ സമാനമായ തരത്തിലാണ് നിയമപരമായ നടപടികൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷമാണ് പോലീസ് തുടർ നീക്കങ്ങളിലേക്ക് ആദ്യത്തെ കേസിൽ, രാഹുലിൻ്റെ കേസിൽ കടന്ന് സമാനമായ തരത്തിൽ തന്നെ
ഈ PT കുഞ്ഞുമുഹമ്മദുമായി ബന്ധപ്പെട്ട സംഭവത്തിലും കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ കൂടി മനസ്സിലാക്കിയതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ളൊരു നീക്കമായിരിക്കും കന്റോൺമെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പരാതി അതീവ രഹസ്യമായിട്ടാണ് ആദ്യം ഇത് കൈകാര്യം ചെയ്തത്. കാരണം നമുക്കറിയാം IFK മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ജൂറി അംഗത്തിനെതിരെ മറ്റൊരു ജൂറി അംഗം പരാതി നൽകുക എന്ന് പറയുന്നത് അത് IFFKയുടെ യശസ്സിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ നീക്കങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പോലീസിന് പരാതി കൈമാറുകയും അതിൽ പരിശോധന നടത്തുകയും ഹോട്ടൽ മുറിയിൽ നിന്ന് ആരോപണത്തിന് അല്ലെങ്കിൽ പരാതി ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തതോടെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ. പക്ഷേ പിന്നീടത് വാർത്ത പുറത്തേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഈ അതിജീവിത ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമായി മൊഴി നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലം വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ആ പശ്ചാത്തലത്തിലാണ് തുടർ നീക്കത്തിൻ്റെ ഭാഗമായി തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവിടെ തുല്യ നീതിയാണ് ഈ രണ്ട് കേസുകളിലും എടുക്കേണ്ടത്. കാരണം രണ്ടിടത്തും സ്ത്രീകളാണ് ചൂഷണത്തിന് ഇരയായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണം. അതോടൊപ്പം തന്നെ ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള ലൈംഗികാരോപണ കേസിലും അതേ രീതിയിൽ തന്നെ ഉള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. മസാല ബോണ്ട് ഇടപാടിൽ EDക്ക് തിരിച്ചടി. ED നോട്ടീസിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇന്ന് ഹൈക്കോടതിയിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? മസാല ബോണ്ട് ഇടപാടിൽ ED അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ നോട്ടീസിനെതിരെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് BG അരുൺ പുറപ്പെടുവിച്ചത്. നോട്ടീസിലെ തുടർ നടപടികൾ നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ സ്റ്റേ ചെയ്തു. മസാല ബോണ്ട് വഴി വിദേശത്ത് സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി തുടങ്ങിയ എതിർകക്ഷികൾക്ക് മറുപടി ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കല്ല, സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കായിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്നാണ് സമാഹരിച്ച തുകയിലെ 450 കോടിയിലധികം രൂപ ചെലവഴിച്ചതെന്നും കിഫ്ബി നേരത്തെ അറിയിച്ചിരുന്നു. ഈ നോട്ടീസ് ED നൽകിയിട്ടുള്ള നോട്ടീസിന്മേലുള്ള തുടർ നടപടികളാണ് ഇടക്കാലത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മസാല ബോണ്ട് ഇടപാടിലാണ് EDക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് എലത്തൂർ വിജിൽ തിരോധാന കേസിൽ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ വിജിലിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനയിലാണ് സ്ഥിരീകരണം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വിജിലിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സംശയം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ വിജിലിൻ്റേത് തന്നെയാണോ എന്നായിരുന്നു. അതിനായി DNA പരിശോധനയ്ക്ക് അയച്ചതാണ്. അതിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ വിജിലിൻ്റെ മൃതദേഹം തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം, മറ്റു നടപടികൾ എങ്ങനെ? ടോമിയെ സംബന്ധിച്ച ഒരു 90% സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ ക്രമങ്ങൾ പ്രകാരം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിൻ്റെ തന്നെയെന്ന ഒരു സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടായിരുന്നു. ആ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നടത്തിയ DNA പരിശോധനയിലാണ് ഈ സരോവരത്തെ ചതുപ്പിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ വിജിലിൻ്റെ എന്ന ഒരു സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ സരോവരത്തു നിന്ന് ലഭിച്ച 51ഓളം അസ്ഥി കഷ്ണങ്ങളും ഈ വിജിലിൻ്റെ മാതാപിതാക്കളുടെ DNA-യുമായി ഒത്തുനോക്കുന്ന നടപടിക്രമമാണ് ഉണ്ടായത്. അതിലാണ് ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് കേസ് എത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുമായാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ തന്നെ കേസിൽ പ്രതികളായ വിജിലിൻ്റെ സുഹൃത്തുക്കൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. എന്തായാലും അത് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൻ്റെ നാൾവഴി പരിശോധിക്കുക
പരിശോധിക്കുകയാണെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപൂർവതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം തെളിവുകൾ ലഭിച്ച ഒരു കേസാണ്. 2019 മാർച്ച് 19 വിജിലിനെ കോഴിക്കോട്ടെ എലത്തൂരിൽ നിന്നും കാണാതാവുന്നത്. ഈ സാധാരണ ഗതിയിൽ വീട്ടിൽ നിന്നും ഒരു സാധാരണ വസ്ത്രമൊക്കെ ഇട്ട് പുറത്തേക്ക് ബൈക്കിൽ പോയ യുവാവിനെയാണ് പിന്നീട് കാണാതാവുന്നത്. അമ്മയും അച്ഛനുമൊക്കെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പ്രാദേശികമായി നടത്തുകയും പോലീസ് വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ പോലീസ് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KK നിഖിൽ, ദീപേഷ് തുടങ്ങിയ വിജിലിൻ്റെ സുഹൃത്തുക്കളോട് പലവട്ടം പോലീസ് ഇതേക്കുറിച്ചൊക്കെ ആരാഞ്ഞെങ്കിലും ഒരു വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന ഒരു വിശദീകരണം നൽകാൻ അവർ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്ന നിലപാടും വിജിൽ ഈ മുംബൈയിലേക്കോ മറ്റോ പോയിരിക്കാം എന്ന ഒരു സംശയമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആവർത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു തുമ്പൽ ലഭിക്കാത്ത ഒരു സാഹചര്യം. പിന്നീട് വർഷങ്ങളോളം കേസിൽ കാര്യമായൊരു പുരോഗതി ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഒരുപാട് നാളുകളായി ഫലമുണ്ടാവാത്ത കേസുകളെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്തണമെന്ന ഒരു നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും നൽകുകയും എലത്തൂർ പോലീസ് ഇത്തരത്തിലൊരു പുനരന്വേഷണം ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന ഒരു വട്ടം പരിശോധനയോട് നടത്തുകയും ചെയ്ത് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വിജിലിൻ്റെ ഫോൺ അവസാനമായി ലൊക്കേറ്റ് ചെയ്തത് സരോവരത്തിനടുത്തുള്ള ഭാഗത്താണ്, അല്ലെങ്കിൽ സരോവരത്തിലാൻ്റെ അടുത്തുള്ള ചതുപ്പ് ഭാഗത്താണ് എന്ന് കണ്ടെത്തിയത്. ഇതേ സമയത്ത് തന്നെ മറ്റു 2 സുഹൃത്തുക്കളുടെ ഫോണും ഈ സരോവരം ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വിജിലിൻ്റെ ഫോൺ അടുത്ത ദിവസം കലായി റെയിൽവേ അതായത് അനീഷ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നടത്തിയ തുടരന്വേഷണത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന് അന്വേഷണം സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു. അമിതമായ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പിന്നാലെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്നുമാണ് സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും നൽകിയ മൊഴി. തുടർന്ന് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മൊഴികൾ പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? മാത്രമല്ല ഇതിൽ മറ്റു ദുരൂഹതയില്ല. ഈ രീതിയിൽ അമിതമായ ലഹരി ഉപയോഗം കാരണം മരിച്ചു എന്ന് തന്നെയാണോ പോലീസിൻ്റെ കണ്ടെത്തൽ? ഈ കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതും ഈ സുഹൃത്തുക്കൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് ഇത് മാറുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അമിതമായി ലഹരി ഉപയോഗിച്ച ശേഷം ഇയാൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ മരണമാണ് എന്ന് സുഹൃത്തുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചത് ലഹരി ഉപയോഗിച്ച് ഏതാണ്ട് ഒരു അബോധാവസ്ഥയിലേക്ക് ഇയാൾ നീങ്ങി, ലഹരിയുടെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നീങ്ങി എന്നൊക്കെ കരുതിയാണ് ഇവർ പോകുന്നത്. പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോഴാണ് അപ്പോഴും വിജിൽ അവിടെ കിടക്കുന്നത് കാണുകയും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ മരിച്ചു എന്ന് മനസ്സിലാവുകയും ചെയ്തത്. പക്ഷേ ഇക്കാര്യം ലഹരി ഉപയോഗിച്ചുള്ളൊരു മരണമാണ്. ഇത് പുറത്തേക്ക് അറിഞ്ഞാൽ തങ്ങളോടൊപ്പമാണ് ലഹരി കഴിച്ചത്. അതുകൊണ്ട് പുറത്തേക്ക് അറിഞ്ഞാൽ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നതുകൊണ്ട് തന്നെയാണ് മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തി നശിപ്പിക്കുകയും പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷമൊക്കെ അവിടെ പോയി അവിടെ നിന്ന് ഒരു അസ്ഥി എടുത്ത് വരക്കൽ ബീച്ചിൽ നിമജ്ജനം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിനൊക്കെ പോലും ഒരുങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ ഒറ്റയ്ക്കും കൂട്ടമായൊക്കെ പലവട്ടം പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ശരിക്കും പോലീസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവായി മാറിയത് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. നമുക്കറിയാം സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ പോലീസ് നടത്തിയത്. ആദ്യം ഒരു ഘട്ടത്തിൽ 4-5 ദിവസം ഒരു തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിയാതെ വരുന്നു. പിന്നീട് മഴ കനക്കുന്നു. ഇതേ തുടർന്ന് ഈ ദൗത്യം ഉപേക്ഷിക്കുന്നു. പിന്നീട് വീണ്ടും ഏതാണ്ട് 8 നാൾ നീളുന്ന ഒരു ദൗത്യം, അതിൽ 7-ാം ദിവസം വരെ പ്രതീക്ഷയുടെ യാതൊരു കണവും ലഭിക്കുകയും ഉണ്ടായില്ല. പക്ഷേ അവസാന നാളിൽ 8-ാം നാളിലാണ് ഈ ചതുപ്പിൽ നിന്നും, വലിയ ആഴത്തിലുള്ള ചതുപ്പിൽ നിന്നും 51 അസ്ഥി കഷ്ണങ്ങൾ പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഈ അസ്ഥി കഷ്ണങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്റ്മോർട്ടം പരിശോധന കടന്നിരുന്നു. പുറമേ നിന്നുള്ള ഒരു ആഘാതമോ അല്ലെങ്കിൽ മറ്റ് ബലപ്രയോഗമോ ഒന്നും നടന്നിട്ടില്ല എന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തെളിവ് നശിപ്പിക്കുക, ഈ മൃതദേഹത്തെ അപമാനിക്കുക, അങ്ങനെ കുറച്ച് അധികം വകുപ്പുകൾ, അത്തരത്തിൽ വകുപ്പുകൾ ആണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം മൃതദേഹം വിജിലിൻ്റെ മറ്റെന്ത് ഘടകങ്ങൾ ശരിയായാലും ഈ മൃതദേഹം വിജിലിൻ്റെ തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നത്. എന്തായാലും അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇനി കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്.
അനീഷ്, നമുക്കറിയാം ഈ കേസിൽ ഇത് വിജിലിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിൽ പോലീസിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കാരണം നമുക്കറിയാം ഈ 6 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ തെളിവുകൾ പുറത്തു വരുന്നത്, വിജിലിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയുന്നത്. അങ്ങനെ തുടക്കത്തിലുണ്ടായ ഒരു അന്വേഷണത്തിലെ വീഴ്ചകളായിരുന്നു ഇത്രയധികം കാലതാമസം ഉണ്ടാകാൻ കാരണമായത്. തീർച്ചയായും അക്കാര്യത്തിലൊരു വീഴ്ച ഉണ്ടായെന്ന് നമുക്കൊരു തരത്തിൽ പറയേണ്ടി വരും. എന്നാൽ മറുവശത്ത് പ്രതികൾ അവർ കൃത്യമായി സമർത്ഥമായി പോലീസിനെ വഴിതെറ്റിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നത് കല്ലായി റെയിൽവേ സ്റ്റേഷനടുത്ത് ബൈക്കൊക്കെ സൂക്ഷിച്ചിട്ട് പോയി എന്നതും മൊബൈൽ ഫോൺ പിറ്റേ ദിവസം ആ കല്ലായി ഫോൺ പരിസരത്ത് വെച്ച് ഓണാവുകയും ചെയ്തു എന്നാണ്. അതായത് സാധാരണഗതിയിലുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ മൊബൈൽ ഫോൺ പോലീസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നു, ബൈക്ക് അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ബൈക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുമ്പോൾ അത് ട്രെയിൻ കയറി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ അജ്ഞാതമായ ഒരിടത്തേക്ക് പോയി എന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഈ 2019 ഈ കേസ് നടക്കുന്ന സമയത്ത് കോവിഡ് സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് അന്വേഷണമൊന്നും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് പല ഉദ്യോഗസ്ഥർ മാറി മാറി എലത്തൂർ സ്റ്റേഷനിലെ ചുമതലയിൽ വരികയും ചെയ്തു. അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള മേൽനോട്ടം പിന്നീട് കേസിൽ ഉണ്ടായില്ല എന്നത് വസ്തുതയാണ്. ആദ്യഘട്ടത്തിൽ പലപ്പോഴും ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തെങ്കിലും അവർ ഈ ബോംബെയിലേക്ക് പോയിരിക്കാം അല്ലെങ്കിൽ മുംബൈയിലേക്ക് കടന്നിരിക്കാം എന്ന രീതിയിലുള്ളൊരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ആവർത്തിച്ച് പറയുമ്പോഴും അവർ ഒരേ രീതിയിൽ തന്നെയാണ് മൊഴി നൽകുകയും ചെയ്തത്. പിന്നീട് വന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം എലത്തൂർ CI രഞ്ജിത്ത് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം അച്ചടിച്ച് വെച്ചതുപോലെയാണ് ഈ 3 സുഹൃത്തുക്കളുടെയും മൊഴി വരുന്നത്. ഒരാൾക്ക് പോലും ഒരു ചെറിയ പിഴവ് ഉണ്ടാകുന്നില്ല. 3 പേർ പറയുന്ന കാര്യങ്ങളിലും ഒരു ചെറിയ മാറ്റം പോലുമില്ല. സമയക്രമം ഒരുപോലെയാണ്, ചെയ്തിരുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് ഒരുപോലെയാണ്. അത്തരം ഒരു ആവർത്തനം ഒരു അസ്വാഭാവികതയായി പോലീസ് കരുതി ഈ ഘട്ടത്തിൽ. കാരണം എങ്ങനെ വന്നാലും മനുഷ്യർ അത് പുനർനിർമ്മിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ പൊരുത്തക്കേടുകളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ പറയുന്നതിൽ ഒരു അസ്വാഭാവികത കണ്ടെത്തി. പിന്നീട് ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിൽ സരോവരം ഭാഗത്ത് ആയിരുന്നു. ഈ മറ്റ് പ്രതികളുടെ മൊബൈൽ ഫോണും ആ ടവർ ലൊക്കേഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളോടൊപ്പം നിന്ന ശേഷമാണ്, അത് കഴിഞ്ഞ് പോയ ശേഷമാണ് ഒരു അത്യാഹിതം സംഭവിച്ചതെന്നൊരു കരുതൽ പോലീസിനുണ്ടായി. കാരണം വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്നും മുംബൈയിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് ടവർ ലൊക്കേഷൻ സരോവരത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അത് രാത്രി വരെ സരോവരത്തുണ്ടായിരുന്ന ആൾ ഈ 2 പ്രതികൾ അടക്കമുള്ളവരും 3 പ്രതികൾ അടക്കമുള്ളവരും സരോവരത്തുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും വീട്ടിൽ പോകാതെ പിന്നീട് രാവിലെ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടെത്തലുകൾ, അങ്ങനെ വളരെ നിർണായകമായ സൂക്ഷ്മ അന്വേഷണത്തിലൊടുവിലാണ് കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു വീഴ്ച അല്ലെങ്കിൽ വേണ്ട രീതിയിലൊരു അന്വേഷണം ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ തടവുകാരൻ മർദ്ദിച്ചെന്ന് പരാതി. പോക്സോ കേസ് പ്രതിയായ രാഹുലാണ് മർദ്ദിച്ചത്. മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. സുമേഷ് മോറാഴ ചേരുന്നു കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി. സുമേഷ്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ പരാതിയിൽ പറയുന്നത് പോലെ രാഹുലിനെ, ഈ പോക്സോ കേസ് പ്രതിയായ രാഹുലിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ പ്രശ്നമുണ്ടാക്കിയെന്നും തുടർന്ന് സൂപ്രണ്ടിനെ മർദ്ദിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ടോം, ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തടവുകാരിൽ നിന്നും ഭീഷണിയും മർദ്ദനവും ഉണ്ടാവുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സമാനമായ സംഭവം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവം ഉണ്ടായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ്. പോക്സോ കേസ് പ്രതിയും അതുപോലെ തന്നെ കോഴിക്കോട് ഏലത്തൂർ സ്വദേശിയുമായിട്ടുള്ള രാഹുലാണ് ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് അനസിനെ മർദ്ദിച്ചത്. ഈ മർദ്ദിക്കാനുണ്ടായ കാരണമായി പറയുന്നത്
ഇദ്ദേഹം ഈ പോക്സോ കേസ് പ്രതിയായി ഈ ജയിലിലെത്തിയപ്പോൾ 1-ാം ബ്ലോക്കിലായിരുന്നു ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റണം എന്ന് നിരന്തരം ഈ ജില്ലാ അസിസ്റ്റന്റ് സൂപ്രണ്ടോട് ഇദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അത് ഇദ്ദേഹം പരിഗണിച്ചില്ല. എന്ത് കാരണത്താലാണ് ഇദ്ദേഹം ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതും എന്നും അറിയില്ല. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹത്തിന്റെ ഓഫീസിനടുത്ത് പോയി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഈ പോലീസിന്റെ FIR പറയുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വേണ്ട രീതിയിലുള്ള ചികിത്സ തേടുകയും ചെയ്തു. ജില്ലാ സൂപ്രണ്ടിന്റെ പരാതിയിലാണ്, ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിത്യസംഭവമായി മാറിയിരിക്കുന്നത്, അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ മദ്യം ഉൾപ്പെടെ ഈ ജയിലിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതുപോലെ നമുക്കറിയാം ഗോവിന്ദസ്വാമി ജയിൽ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. ഇത്തരം ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുന്ന ഒരു ജയിലായി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തമാണ്. സുമേഷ് മോറാനാണ് വിവരങ്ങൾ. ഏറെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ ജയിൽ സൂപ്രണ്ടുമാർക്കെതിരെ, ജയിൽ ജീവനക്കാർക്കെതിരെ ഈ പ്രതികളുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തു. 2 ജീവനക്കാരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇപ്പോഴെന്താണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. മിനിറ്റ്സ് രേഖകളിൽ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്താതിരുന്നത് ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. അതടക്കമുള്ള കാര്യങ്ങളിൽ SIT വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും അധ്യക്ഷനെയും മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം, അവരിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു നീക്കത്തിലേക്ക് ഔദ്യോഗികമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം കിടക്കുന്നത്. തുടക്കത്തിൽ ദേവസ്വം വിജിലൻസും സമാനമായ തരത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിന് പ്രത്യേക സമിതിയും ഹൈക്കോടതിയുടെ മേൽനോട്ടവും നിരീക്ഷണമൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് കേസിൻ്റെ ഗൗരവം വർദ്ധിക്കുകയും പല തലങ്ങളിലേക്ക് അതിൻ്റെ അന്വേഷണം നീളുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മിനിറ്റ്സ് രേഖകളിൽ സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളത് ചെമ്പെന്ന് മാത്രമായി രേഖപ്പെടുത്തിയത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടെന്ന കണ്ടെത്തലിൽ ഉറച്ചു നിൽക്കുകയാണ് SIT. അത് നേരത്തെ ദേവസ്വം വിജിലൻസും സമാനമായ കണ്ടെത്തൽ നടത്തിയിരുന്നു. എന്തായാലും അതിന് ബോധപൂർവമായിട്ടാണോ അതോ ഒരു അബദ്ധം പറ്റിയതാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് കൃത്യമായ തെളിവുകളോടെ അന്വേഷണ സംഘത്തിന് വ്യക്തത കൈവരേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് PS പ്രശാന്തിനെയും മറ്റ് ബോർഡ് അംഗങ്ങളെയും മൊഴിയെടുക്കുന്നതിനായി ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിനോടകം നോട്ടീസ് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും വൈകാതെ തന്നെ അന്വേഷണ സംഘം ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ സ്വർണം ഉരുക്കി മാറ്റുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് അപ്പുറത്തേക്ക് ബോർഡിലെ മറ്റാർക്കെങ്കിലും അതിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് SITക്ക് മുന്നിലെ വെല്ലുവിളി. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഭരണസമിതിയെ കൂടി പരിശോധനകളുടെ ഭാഗമായി അവരിലേക്ക് കൂടി അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിലിറങ്ങിയ കടുവയ്ക്കായി തിരച്ചിൽ. മേഖലയിലെത്തിയത് വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവയെന്ന് തിരിച്ചറിഞ്ഞു. 5 വയസ്സ് പ്രായമുള്ളതാണ് കടുവ. 5 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവ ചീക്കല്ലൂർ വയലിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജന പ്രദേശത്ത് ഭാരതീയ ന്യായ സംഹിത വകുപ്പ് പ്രകാരം
നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതായി അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുവാനോ തനിച്ച് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുവാനോ പാടില്ല എന്ന് അറിയിക്കുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതിനാൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിൻ്റെ നടുക്കിലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോർഡൺ ഓഫ് ചെയ്ത് സ്റ്റാഫിനെ നിർത്തി അങ്ങോട്ടേക്ക് പോകാതെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നീർവാരം ഭാഗത്തേക്ക് ഒരു ഹാർഡ്ലി ഒരു 1 to 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പിടികൂടേണ്ട ആവശ്യമില്ല. പിടികൂടേണ്ട ആവശ്യം ഇപ്പോഴില്ല. എന്നിരുന്നാലും കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ്. 2 കുങ്കിയാനകൾ വിക്രം ഭരത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 80 സ്റ്റാഫ് ഇവിടെ പാർക്കുന്നുണ്ട്. നേരത്തെ അവിടെ വന്നിട്ടുള്ള കടുവ തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തിരുന്നത്. അതെ, ഇന്നലെ നമ്മൾ കൺഫേം ചെയ്ത വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്ന് പറയുന്ന കടുവ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തു. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണ ഭീഷണി ഉയരുന്നത്. ഈ വയനാട്ടിലെ ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഈ കടുവ എത്തിയിരിക്കുന്നത്. ഇപ്പോഴെവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ, തിരിച്ചറിയാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ടോം, കഴിഞ്ഞ 2 ദിവസമായി ഒരു ഗ്രാമത്തിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കടുവയെ ഇപ്പോൾ കണ്ടെത്താനായി എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പടിക്കംവയൽ എന്ന ഗ്രാമത്തിലായിരുന്നു ഈ കടുവയെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക്. എന്നാൽ ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ വൈകിട്ട് വരെ നടന്നെങ്കിലും കടുവയുടെ ഒരു ചിത്രം മാത്രം ഡ്രോണിൽ പതിഞ്ഞെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. അതിന്റെ സഞ്ചാരപഥം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് നേരം വെളുക്കുന്നത് വരെ തന്നെ തെരച്ചിൽ തുടർന്നിരുന്നു. അതിനുശേഷം പിന്നെ കടുവയുടെ ഒരു സാന്നിധ്യം കാണുന്നില്ല. പിന്നീട് കടുവയുടെ കാൽപാദം അന്വേഷിച്ച് നടന്നപ്പോഴാണ് തൊട്ടടുത്തൊരു, അതായത് 2 കിലോമീറ്റർ ദൂരത്തുള്ള ചീക്കല്ലൂർ എന്ന ഗ്രാമത്തിലേക്ക് ഈ കാൽപാദങ്ങൾ കാണുന്നത്. അങ്ങനെ അവിടെ എത്തി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഒരു കാട്ടിൽ നിന്നും, അതായത് ഒരു വ്യക്തിയുടെ പറമ്പിൽ നിന്നും താഴേക്ക് ചാടുന്ന ഒരു അവസ്ഥ കണ്ടു. അതിനുശേഷം ഇപ്പോൾ കടുവ ഈ ചീക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പുളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു വയലിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ ഇപ്പോൾ ഈ കടുവ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ സന്നാഹങ്ങളോടെ തന്നെ വനംവകുപ്പും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ട്. ജനങ്ങളെല്ലാവരും വീട്ടിനകത്താണ്. ജനങ്ങൾ ആരും പുറത്തേക്ക്. അതൊരു പരിധിവരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ലേ ജയരാജ്? കാരണം കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിടികൂടുക എന്ന് പറയുന്ന അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ദുഷ്കരമാണോ കാര്യങ്ങൾ? തീർച്ചയായും ടോം, ഒരു കടുവയെ പിടികൂടുക എന്ന് പറയുന്നത് നമുക്കറിയാം, കടുവ ഒരു ആക്രമകാരിയാണെങ്കിൽ മാത്രമാണ് കൂടുതലായും ഇതിനെ വെടിവെച്ച് കൊല്ലുന്നതും അല്ലെങ്കിൽ പിടികൂടുന്നത്. നമുക്കറിയാം വയനാട്ടിൽ തന്നെ പല ആളുകളെ തന്നെ കടുവ ഭക്ഷിച്ച ചരിത്രം പോലും സമീപ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കടുവയെ കുറിച്ച് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് ഒരു ഉപദ്രവകാരിയായ കടുവ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വനത്തിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈ 2 ദിവസം ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടും ഒരു വന്യമൃഗത്തെയോ അല്ലെങ്കിൽ മനുഷ്യനെ ഒന്നും ആക്രമിക്കാൻ ഈ കടുവ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായി കടുവ നീങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ കൂടി പോയാൽ നീർവാരം എന്ന വനപ്രദേശമുണ്ട്. അവിടേക്ക് ഈ കടുവയെ തുരത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ്. എന്നാൽ തീർച്ചയായും കടുവ മറ്റിടങ്ങളിലേക്ക് പോരുകയാണെങ്കിൽ ഒരുപക്ഷെ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമമോ നടത്തും. പക്ഷേ ഇനി 2 കിലോമീറ്റർ മാത്രം ദൂരം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ കടുവ വിശ്രമിക്കുന്നത്. ഇപ്പൊ അത് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. കടുവകളുടെ ഒരു പ്രജനന കാലത്ത് കടുവകൾ ഇത്തരത്തിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കടുവ സമാധാനപരമായി ുള്ള ഒരു ആശ്വാസത്തിലാണ് വനംവകുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ടൈം എടുത്താലും അതിനെ കാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ DFO തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ല മറ്റ് വനത്തിലേക്കോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്കൊക്കെയാണ് കടുവ പോകുന്നതെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2 ദിവസം വീതിയിലായിട്ട് കടുവയെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. കുങ്കിയാനകൾ അടക്കമുള്ള സന്നാഹങ്ങളുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സന്നാഹങ്ങളുമുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അവര് വനത്തിലേക്ക് അതിനെ കടത്തിവിടാൻ അതിന്റെ പുറകെ തന്നെ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും ജയരാജ് ബത്തേരി സൂചിപ്പിക്കുന്ന പോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കംവയലിലിറങ്ങിയ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ വനംവകുപ്പ് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 2 കിലോമീറ്റർ മാറി കടുവ വിശ്രമിക്കുന്നുണ്ട്. അതൊരു കുറ്റിക്കാട്ടോട് ചേർന്നാണ് വിശ്രമിക്കുന്നത്. കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും കടുവ ഉൾവനത്തിലേക്ക് തിരികെ പോകുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്.
സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.